പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജൂൺ മാസം 18-ാം തീയതി വ്യാഴാഴ്ച. 1 ശമൂവേൽ 17-ാം അധ്യായം 37-ാമത്തെ വാക്യം. സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ചെല്ലുക, യഹോവ നിന്നോടുകൂടെ ഇരിക്കും എന്ന് പറഞ്ഞു. നാം വായിച്ചതായ വചനം പറയുന്നു, ദാവീദ് ഗോലിയാത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ്റെ കയ്യിൽ വാളോ കുന്തമോ ഉണ്ടായിരുന്നില്ല. യുദ്ധവിദ്യയിൽ പരിശീലനവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു അമൂല്യ നിധി ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ ഓർമ്മകൾ. ഗോലിയാത്തിന്റെ ഉയരം കണ്ടപ്പോൾ മറ്റുള്ളവർ ഭയപ്പെട്ടു. എന്നാൽ ദാവീദ് ഗോലിയാത്തിനെ നോക്കിയില്ല. അവൻ തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചവനായ ദൈവത്തെ നോക്കി അവൻ പറഞ്ഞു, സിംഹത്തിൽ നിന്നും കരടിയിൽ നിന്നും എന്നെ രക്ഷിച്ച ദൈവം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ജീവിതത്തിൽ പലപ്പോഴും പല രീതിയിൽ ഗോലിയാത്തുകൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. രോഗങ്ങളുടെ ഗോലിയാത്ത്, പ്രതിസന്ധികളുടെ ഗോലിയാത്ത്, ഭാരങ്ങളുടെ ഗോലിയാത്ത്, നിരാശയുടെ ഭയത്തിൻ്റെ ഗോലിയാത്ത്. അവയെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം വിറയ്ക്കാം. എന്നാൽ ദാവീദിൻ്റെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഇന്നത്തെ പ്രതിസന്ധി പുതിയതാകാം, പക്ഷേ നമ്മെ നയിക്കുന്ന ദൈവം പഴയവനല്ല. അവൻ ഇന്നും അതേ ശക്തിയും വിശ്വസ്തതയും ഉള്ളവനാണ്. ദാവീദിന്റെ ധൈര്യം ഗോലിയാത്തിന്റെ ബലഹീനതയിൽ നിന്നല്ല വന്നത്, ദൈവത്തിന്റെ മഹത്വത്തിൽ നിന്നാണ് പ്രത്യക്ഷപ്പെട്ടത്. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ ദൈവത്തിന്റെ കാൽപ്പാടുകൾ കണ്ടു. മരുഭൂമിയുടെ ഏകാന്തതയിൽ ആടുകളെ മേയിച്ചിരുന്ന ദിവസങ്ങളിൽ, സിംഹത്തിന്റെ ആക്രമണത്തിൽ, കരടിയുടെ പിടിയിൽ, എവിടെയും ദൈവത്തിന്റെ കൈ അവനെ താങ്ങിയിരുന്നു. നാമും പിന്നിലേക്ക് നോക്കിയാൽ എത്രയോ ആശ്വസിപ്പിച്ചതായ കരങ്ങളെ, ദൈവത്തിൻ്റെ കരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കരഞ്ഞതായ രാത്രികളിൽ ആശ്വാസമായി വന്നവനായ യേശു, നാം വഴിയറിയാതെ നിന്നപ്പോൾ വഴികാട്ടിയായി നമ്മുടെ മുമ്പിൽ നിന്നവൻ, നാം വീഴുമെന്ന് കരുതിയപ്പോൾ നമ്മെ കൈപിടിച്ച് ഉയർത്തിയവനായ ദൈവത്തിൻ്റെ കരങ്ങൾ നമുക്കുമില്ലേ? ദൈവത്തിൻ്റെ ഇന്നലത്തെ സഹായങ്ങൾ ഇന്നത്തെ വിശ്വാസത്തിൻ്റെ അടിത്തറയായി മാറേണ്ടതുണ്ട്. കാരണം ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് കാലഹരണപ്പെടലില്ല. അവൻ ഇന്നലെ സഹായിച്ചുവെങ്കിൽ ഇന്നും സഹായിക്കും, നാളെയും നമ്മെ സഹായിക്കുന്നവനാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ കണ്ണുകൾ ഗോലിയാത്തിന്റെ വലിപ്പത്തിലല്ല, ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ സാധിക്കണം. നമ്മുടെ ഹൃദയം എപ്പോഴും ഭയത്തിൻ്റെ ശബ്ദമല്ല, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ ശബ്ദമാകണം കേൾക്കേണ്ടത്. ദാവീദിനെ പോലെ നമുക്കും പറയാൻ സാധിക്കണം, എന്നെ ഇതുവരെ നയിച്ച ദൈവം ഇനിയും എന്നെ കൈവിടുകയില്ല. ഇന്നലെ രക്ഷിച്ചവൻ ഇന്നും എന്നെ രക്ഷിക്കും. ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ ചരിത്രം നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ ചരിത്രം ഓർക്കുമ്പോൾ ഭയം വിശ്വാസത്തിന് വഴിമാറും, കണ്ണുനീർ പ്രത്യാശയായി മാറും. ഗോലിയാത്തുകൾ പോലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ചെറുതായി തീരും. ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ ഈ ഉറച്ച വിശ്വാസം നിറയണം. എന്നെ ഇതുവരെ നടത്തിയ ഈ ദൈവം ഇനി വരുന്ന വഴികളിലും എന്നെ വിടുവിക്കുകയും വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ കർത്താവേ, ഞങ്ങളുടെ ഇന്നലത്തെ എല്ലാ വിടുതലുകൾക്കുമായിട്ട് നന്ദി. സിംഹത്തിൻ്റെയും കരടിയുടെയും വായിൽ നിന്ന് ദാവീദിനെ രക്ഷിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെയും കാത്ത് സൂക്ഷിക്കണമേ. ഭയത്തേക്കാൾ വലിയ വിശ്വാസവും സാഹചര്യങ്ങളെക്കാൾ വലിയ ദൈവദർശനവും ഞങ്ങൾക്ക് നൽകണമേ. ഒരിക്കലും കൈവിടാത്ത അങ്ങയുടെ വിശ്വസ്തയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.